ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേസ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ആറ്റിറ്റ്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഭാര്യയെ ഭർത്താവ് കിടപ്പുമുറിയിൽ കുത്തിക്കൊലപ്പെടുത്തി. സംഭവം കരവാളൂർ വട്ടമണ്ണിൽ. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന. ഭക്തിയുടെ ശക്തിയിൽ ജീവിതത്തെ ശക്തിപ്പെടുത്തണമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്. കുറുമ്പക്കര ഉടയോൻമുറ്റം ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം നാടിന് സമർപ്പിച്ചു. MC റോഡിൽ മിനി ക്രെയിനും കാറും കൂട്ടിയിടിച്ച് സിനിമാ താരം ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. കുളത്തൂപ്പുഴയിൽ ചരക്ക് ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്ക്. കുളത്തൂപ്പുഴയിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാനപ്പേടിയിൽ കുളത്തൂപ്പുഴ നിവാസികൾ. വാർത്തകൾ വിശദമായി. വീട്ടമ്മയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരവാളൂർ വട്ടമണ്ണിലാണ് സംഭവം. കൊലയ്ക്ക് പിന്നിൽ ഭർത്താവെന്നാണ് സംശയം. കൊല നടത്തിയ ശേഷം ഇദ്ദേഹം തമിഴ്നാട്ടിലേക്ക് കടന്നതായും സൂചന. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വട്ടമൺ പ്രീതാഭവനിലാണ് സംഭവം. 55 വയസ്സുള്ള ശാന്തമ്മയെയാണ് മരിച്ച നിലയിൽ കിടപ്പുമുറിയിൽ കണ്ടെത്തിയത്. ശാന്തമ്മയും ഭർത്താവ് ഉത്തമൻ എന്ന് വിളിക്കുന്ന പളനിയും ഇവരുടെ രണ്ടാമത്തെ മകൾ വീണയോടൊപ്പം തമിഴ്നാട്ടിലായിരുന്നു താമസം. മൂത്തമകൾ ഉമയുടെ ഭർതൃഗൃഹമാണ് വട്ടമണിലേത്. വിദേശത്ത് ജോലിയുള്ള ഉമയുടെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്ന ഉമയെ യാത്രയയക്കുന്നതിനാണ് 3 ദിവസം മുൻപ് ശാന്തമ്മയും പളനിയും വട്ടമണിലെത്തിയത്. കഴിഞ്ഞ ദിവസം ഉമയെ ഇവർ വിദേശത്തേക്ക് യാത്രയാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഉമയുടെ വീട്ടിൽ ശാന്തമ്മയും പളനിയും തനിച്ചായിരുന്നു താമസം. വീട്ടുവഴക്കാകാം കൊലപാതകം
കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശാന്തമ്മയുടെ ശരീരത്തിൽ 40ഓളം മുറിവുകൾ ഉള്ളതായി പോലീസ് പറയുന്നു. പുനലൂർ ASP ഹിമേന്ദ്രനാഥ് IPS, CI സുരേഷ് കുമാർ, SI ശിവപ്രസാദ്, ASI KC ചെറിയാൻ തുടങ്ങിയ പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കൂടാതെ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. ഭക്തിയുടെ ശക്തിയിൽ ജീവിതം ശക്തിപ്പെടുത്തണമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് കുറുമ്പകര ഉടയോൻമുറ്റം ക്ഷേത്രത്തിൽ ചുറ്റമ്പല സമർപ്പണത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വന്തം താല്പര്യത്തിനപ്പുറം മറ്റുള്ളവന്റെ താല്പര്യത്തിന് ഊന്നൽ നൽകുന്ന പ്രാർത്ഥനകളാണ് യഥാർത്ഥ വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് അഭിപ്രായപ്പെട്ടു. സ്വാർത്ഥത കൈവെടിഞ്ഞ് മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് മനുഷ്യന് നന്മയുണ്ടാകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വ്യക്തിപരമായുള്ള പ്രാർത്ഥനകളോടൊപ്പം തന്നെ ഒരു നാടിനും ഒരു സമൂഹത്തിനും നന്മ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായും ഈ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാകുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് കടന്നു പോകുവാനുള്ള വഴി നമുക്ക് ഒരുക്കപ്പെടുവാൻ കഴിയും എന്ന വിശ്വാസക്കാരനാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം. അഡ്വക്കേറ്റ് ടി സോമൻപിള്ള അധ്യക്ഷത വഹിച്ചു. ചുറ്റമ്പല സമർപ്പണത്തിന്റെ ഉദ്ഘാടനം പന്തളം രാജകുടുംബത്തിലെ മംഗലത്ത് തമ്പുരാട്ടി നിർവഹിച്ചു. ചലച്ചിത്ര താരം ജഗന്നാഥ് വർമ്മ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺരാജ്, കൃഷ്ണദാസ് കുറുമ്പകര, മഹേശ്വരൻ അമ്പിലേത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ രാമചന്ദ്രൻ ഉണ്ണിത്താൻ, അനുജ, ക്ഷേത്രഭാരവാഹികളായ മോഹനൻ നായർ, ബി രതീഷ്, സി അനിൽകുമാർ, ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. MC റോഡിൽ മിനി ക്രെയിനും കാറും കൂട്ടിയിടിച്ച് സിനിമാ താരം ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക്. ചടയമംഗലത്തിനും നിലമേലിനും മധ്യയായിരുന്നു അപകടം. സിനിമാ സീരിയൽ നടൻ പുനലൂർ സ്വദേശി ടോം ജേക്കബ്, ക്രെയിൻ ഡ്രൈവർ ഇടുക്കി ഏലപ്പാറ സ്വദേശി രതീഷ്, അരുവിയോട് സ്വദേശി പ്രസാദ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ടോം ജേക്കബിനെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11:30 MC റോഡിൽ ചടയമംഗലത്തിനും നിലമേലിനും മധ്യേ നെട്ടേത്തറ ചന്തമുക്കിന് സമീപമാണ് അപകടമുണ്ടായത്. ചടയമംഗലത്ത് നിന്നും നിലമേലിലേക്ക് പോവുകയായിരുന്ന മിനി ക്രെയിൻ എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും പുനലൂരിലെ വീട്ടിലേക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ടോം ജേക്കബ്. കാർ ഓടിച്ചിരുന്നതും ഇദ്ദേഹം തന്നെയാണ്. നാട്ടുകാരും ചടയമംഗലം പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നട്ടലിനും കാലിനും പരിക്കേറ്റ രതീഷിന്റെ നില ഗുരുതരമാണ്. അപകടത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. KSTPയുടെ അശാസ്ത്രീയമായ ടാറിംഗാണ് MC റോഡിൽ ചടയമംഗലത്തിനും നിലമേലിനും മധ്യയുള്ള ഭാഗങ്ങളിൽ അപകടം വർദ്ധിക്കാൻ ഇടയാക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും ഉയർച്ചയും താഴ്ചയും ഉള്ളതിനാൽ വേഗതയിലെത്തുന്ന വാഹനം ഉയർന്ന ഭാഗത്തിലൂടെ പോകാൻ ശ്രമിക്കുമ്പോഴാണ് അപകടത്തിൽപ്പെടുന്നത്. വെള്ളിയാഴ്ച അപകടത്തിൽപ്പെട്ട ക്രെയിനും സമാന രീതിയിൽ റോഡിന്റെ മധ്യത്തിലൂടെ ഓടിക്കാൻ ശ്രമിച്ചതാണ് എതിർദിശയിലെത്തിയ കാറിലിടിക്കാൻ ഇടയാക്കിയത്. അപകടത്തെ തുടർന്ന് MC റോഡിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ചടയമംഗലം പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴയിൽ ചരക്ക് ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവ് വെങ്കിട്ടവോട് ചതുപ്പിൽ മണിരാജനാണ് പരിക്കേറ്റത്. തിരുവനന്തപുരം ചെങ്കോട്ട പാതയിൽ കുളത്തൂപ്പുഴ കോളനിയിൽ തൈക്കാവിന് സമീപം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. കുളത്തൂപ്പുഴയിൽ നിന്നും തെന്മലയിലേക്ക് പോയ ലോറിയും തെന്മലയിൽ നിന്ന് കുളത്തൂപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് ഓട്ടോയിൽ കുരുങ്ങിക്കിടന്ന മണിരാജനെ ഓട്ടോറിക്ഷ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. തുടർന്ന് ഇയാളെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്തു. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ മിഷന്റെ താലൂക്ക് തല അദാലത്ത് പുനലൂരിൽ സംഘടിപ്പിച്ചു. 31 പരാതികളിൽ 11 തീർപ്പ് കൽപ്പിച്ചു. പരാതിക്കാർ ഹാജരാകാതിരുന്ന 20 കേസുകൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ മിഷന്റെ 2015 താലൂക്ക് തല അദാലത്താണ് പുനലൂരിൽ സംഘടിപ്പിച്ചത്. കമ്മീഷൻ ചെയർമാൻ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് PN വിജയകുമാർ, അംഗങ്ങളായ മുൻ MLA എഴുകോൺ നാരായണൻ, അഡ്വക്കേറ്റ് KK മനോജ് എന്നിവരാണ് പരാതി കേട്ടത്. അദാലത്തിന് മുന്നിലെത്തിയ പരാതികൾക്ക് ജഡ്ജ് PN വിജയകുമാർ തീർപ്പ് കൽപ്പിച്ചു. 2015 ജനുവരിയിലാണ് താലൂക്ക് തല അദാലത്തിന് തുടക്കം കുറിച്ചത്. തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യ അദാലത്ത് സംഘടിപ്പിച്ചത്. നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലായി 5 അദാലത്തുകൾ ഇതിനോടകം സംഘടിപ്പിച്ചു. ഏപ്രിൽ 17 മുതലാണ് കൊല്ലം ജില്ലയിൽ അദാലത്തിന് തുടക്കം കുറിച്ചത്. 17-ന് കൊല്ലം, 18-ന് കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ അദാലത്ത് സംഘടിപ്പിച്ചിരുന്നു. ജില്ലയിലെ 3ാമത്തെ അദാലത്താണ് പുനലൂരിൽ നടന്നത്. കൊല്ലം RDO C സജീവ്, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ N രവീന്ദ്രൻ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി. 31 കേസുകളാണ് അദാലത്തിന് മുന്നിലെത്തിയത്. ഇതിൽ കക്ഷികൾ ഹാജരായ 11 കേസുകൾക്ക് തീർപ്പ് കൽപ്പിച്ചു. 20 കേസുകൾ പുനർവിചാരണയ്ക്കായി അടുത്ത മാസം കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ഇന്നേ ദിവസം 31 കേസുകളാണ് വിചാരണയ്ക്ക് വേണ്ടി ഞങ്ങൾ നോട്ടീസ് അയച്ച് വരുത്തിയത്.
ഈ 31 കേസുകളിൽ കക്ഷികൾ ഹാജരായ എല്ലാ കേസുകളും വിചാരണ ചെയ്ത് തീർത്തു എന്നുള്ളതാണ്. കക്ഷികൾ ഹാജരായ എല്ലാ കേസുകളും വിചാരണ ചെയ്തു. 11 കേസുകളിലാണ് കക്ഷികൾ നോട്ടീസ് കിട്ടി ഹാജരായത്. ആ 11 കേസും തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. 20 കേസുകൾ പുനർവിചാരണയ്ക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് വരുന്ന മാസം കമ്മീഷന്റെ ആസ്ഥാനത്ത് തന്നെ നടക്കുന്ന വിചാരണയിൽ പരിഗണിക്കുന്നതാണ്. കമ്മീഷനെ സഹായിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഉത്സാഹവും പ്രേരണയും സഹകരണവും കമ്മീഷന് വളരെ ആശ്വാസം നൽകിയതായി കമ്മീഷൻ ചെയർമാൻ ജഡ്ജ് PN വിജയകുമാർ പറഞ്ഞു. ഈ കേസിൽ കമ്മീഷനെ സഹായിക്കാൻ ഉദ്യോഗസ്ഥർ വളരെയധികം ഉത്സാഹം കാണിക്കുകയും അവരുടെ ഉത്സാഹവും പ്രേരണയും അവരുടെ സഹകരണവും കമ്മീഷന് വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണ്. ലൈവ് വാർത്ത പുനലൂർ. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹാൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961410570. ക്ലാസിക് ഫുട്വെയർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്. കുടുംബ വഴക്കിനെ തുടർന്ന് കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗത്തിനും ഭർത്താവിനും മർദ്ദനമേറ്റു.
അയൽവാസി തങ്ങളെ മർദ്ദിച്ചു എന്നാരോപിച്ച് ഭരണസമിതി അംഗമായ ഷിൻസി തോമസ് പോലീസിൽ പരാതി നൽകി. മാസങ്ങളായി തുടരുന്ന വഴിതർക്കത്തെ തുടർന്ന് അയൽവാസിയായ ജിജോ തന്നെയും ഭർത്താവിനെയും മർദ്ദിച്ചെന്നാരോപിച്ച് ബാങ്ക് ഭരണസമിതി അംഗമായ ഷിൻസി തോമസ് കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകി. ജിജോയുടെ ആക്രമണത്തിൽ ഷിൻസിയുടെ ഭർത്താവ് തോമസിനും മർദ്ദനമേറ്റു. കൂടാതെ ഇവരുടെ ഹോളോബ്രിക്സ് കമ്പനിയിലെ കട്ടകളും നശിപ്പിച്ചു. ഇന്നലെ രാവിലെ 9 മണിയോടെ ഏകദേശം 9 മണിയായി കാണും. അപ്പനും മക്കളും എല്ലാം കൂടെ ഒരു മാരക ആയുധങ്ങളുമായിട്ടൊന്ന് വീട് കയറി ആക്രമിക്കുകയും ജോലിക്കാരെ ആക്രമിക്കുകയും കട്ട പറക്കി വീട്ടിൽ എറിയുകയും അച്ചായനെ കങ്ങാക്കി കയറി കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു. ഇവരെ പേടിച്ച് ഞങ്ങൾ ഇവിടുന്ന് മാറി വാടക വീട്ടിൽ താമസിക്കുകയാണ്. വല്ലപ്പോഴും കുഞ്ഞുങ്ങളെ ഈ പിള്ളേരുടെ കണക്ക് നോക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. വരുമ്പോൾ ഇവർ മാരകായുധങ്ങൾ ഞങ്ങളെ ആക്രമിക്കുക, ജോലിക്കാരെ ഉപദ്രവിക്കുക, അച്ചായനെ ഉപദ്രവിക്കുക. ഇതൊരു സ്ഥിരം പരിപാടിയാക്കി വെച്ചുകൊണ്ടിരിക്കുക. പോലീസ് വന്നാലും അവരനുസരിക്കത്തുമില്ല. അന്നേരം പിന്നെ വഴി കയറി തടയുക, വഴി കിടക്കുക, വണ്ടി തടയുക, കട്ടകൾ പറക്കി എറിഞ്ഞ് ഞങ്ങളെ നശിപ്പിക്കുക. ഞങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവർ ഡെയിലി വരുത്തിക്കൊണ്ടിരിക്കുക. പരാതിയെ തുടർന്ന് കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിൽ നിന്നും വെള്ളം പാഴാകുന്നു. കുരിയോട്ടുമല കുടിവെള്ള പദ്ധതിയുടെ പത്തനാപുരത്തെ ടാങ്കിൽ നിന്നാണ് വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നത്. ടാങ്കിന്റെ കാലപ്പഴക്കം മൂലം ചോർച്ചയുണ്ടായിട്ടുണ്ട്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ കുടിവെള്ളം ദിവസവും മണിക്കൂറുകളോളം പാഴാവുകയാണ്. ഇത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. കല്ലടയാറ്റിലെ ജലം കുരിയോട്ടുമല പ്ലാന്റിൽ ശുദ്ധീകരിച്ച ശേഷം പത്തനാപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമുള്ള ടാങ്കിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് കുടിവെള്ളം പത്തനാപുരം പഞ്ചായത്തിലെ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത്. കുരിയോട്ടുമലയിൽ നിന്നും പമ്പിംഗ് നടക്കുന്നതിനാൽ ടാങ്ക് നിറഞ്ഞ ശേഷമുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. കുടിവെള്ളം നഷ്ടമാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AIVF പ്രവർത്തകർ ഏപ്രിൽ 25-ന് പുനലൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു മാർച്ച് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10-ന് അഡ്വക്കേറ്റ് കെ രാജു MLA മാർച്ച് ഉദ്ഘാടനം ചെയ്യും. AIVF പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. വികസന വിഷയങ്ങളിൽ സംസ്ഥാനത്തെ UDF സർക്കാർ പുനലൂരിനെ അവഗണിക്കുകയാണെന്ന് AIVF മണ്ഡലം സെക്രട്ടറി VS പ്രവീൺകുമാറും പ്രസിഡന്റ് I മൻസൂറും ആരോപിച്ചു. ഒരു പ്രതിപക്ഷ MLAയുടെ മണ്ഡലം എന്ന നിലയിൽ പലപ്പോഴും ഈ സംസ്ഥാനം ഭരിക്കുന്ന UDF വികസനത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും ആലപ്പുഴ ജില്ലയോളം ഏകദേശം വലുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ 2 താലൂക്കായി. ഇപ്പോൾ പുനലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് റവന്യൂ ഡിവിഷൻ ആരംഭിക്കണമെന്ന് ഞങ്ങൾ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ഒരു ഡിമാൻഡാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും വികസനത്തിലെ ഗവൺമെന്റിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാളെ രാവിലെ AIVFന്റെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്രോഡ്ഗേജ് പാത നിർമ്മാണത്തിലെ കാലതാമസവും തെന്മല ഇക്കോ ടൂറിസ്റ്റോടുള്ള നിഷേധാത്മക നയങ്ങളും പുനലൂരിന്റെ വികസനത്തെ തകർച്ചയിലേക്ക് നയിക്കുന്നു. പുനലൂർ പേപ്പർ മിൽ ഉടൻ തുറന്ന് പ്രവർത്തിക്കണമെന്നും പുനലൂർ കേന്ദ്രമാക്കി റവന്യൂ ഡിവിഷൻ അനുവദിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. SDPI പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പത്തനാപുരത്ത് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കല്ലുംകടവിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ പ്രസിഡന്റ് ജോൺസൺ കണ്ടച്ചിറ ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം ഏതെങ്കിലും ഒരു മന്ത്രിയോ ജനപ്രതിനിധികളോ MLAയോ അടങ്ങിയ ഒരു സമൂഹം മാറ്റി എഴുതി രൂപപ്പെടുത്തിക്കൊണ്ടുവന്നതല്ല. മറിച്ച് ഇന്ത്യ രാജ്യത്തെ പാർശ്വവൽക്കൃതനും ആദിവാസി ദളിത് സമൂഹങ്ങളും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ അടങ്ങുന്ന, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്ത്യാനി അടങ്ങുന്ന, എവിടുത്തെ മുസ്ലിം സമുദായങ്ങൾ അടങ്ങുന്ന മതനിരപേക്ഷമായ ഇന്ത്യയിൽ മതേതരത്തിന്റെ വക്താക്കളായ ഒരുപറ്റം പാർശ്വവൽക്കൃത കീഴാള വർഗങ്ങൾ അടിസ്ഥാന വിഭാഗത്തിന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പുതിയ നീതിക്ക് വേണ്ടി പടപൊരുതിയുമ്പോ അതിലൊരു മുന്നണി പോരാളിയായി രൂപപ്പെടുത്തിയ, സ്വന്തം ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന, പെറ്റമ്മയേക്കാൾ ഉപരി ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന SDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. റാസർ വയനാട് മുഖ്യപ്രഭാഷണം നടത്തി. ഇക്ബാൽ ഇടത്തറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഫൈസി M പാഷ, മണ്ഡലം വൈസ് പ്രസിഡന്റ് റഹ്മത്ത് പാടം, മണി കടക്കാമൺ, റിയാസ് വാഴപ്പാറ, CS സലീം, നസീം കാരിറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
കുളത്തൂപ്പുഴ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കാട്ടാനയെ പിടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് പ്രദേശവാസികൾക്ക്. കുളത്തൂപ്പുഴ 50 ഏക്കർ മരുതിമൂട്, ഡാലി, ചോഴിയക്കോട് എന്നിവിടങ്ങളിലാണ് കാട്ടാനകൾ കൂട്ടമായി എത്തിയത്. ഡീസന്റ് മുക്ക് 50 ഏക്കർ റോഡിൽ വനം വകുപ്പ് റിസർവിന്റെ ഭാഗത്തായി ഇറങ്ങിയ കാട്ടാനക്കൂട്ടം റിസർവിന്റെ സംരക്ഷണ വേലി തകർക്കുകയും റോഡിൽ നിന്നും മരങ്ങൾ പിഴുതെറിയുകയും ചെയ്തു. പുലർച്ചെയായതിനാൽ പാതയിൽ വാഹനങ്ങളോ നാട്ടുകാരോ ഉണ്ടായിരുന്നില്ല. പാതയിൽ വീണുകിടന്ന മരം നാട്ടുകാരിൽ ചിലരാണ് പാതയോരത്തേക്ക് മാറ്റിയത്. മാസങ്ങൾക്ക് മുമ്പ് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വൻതോതിൽ കൃഷികൾ നശിപ്പിച്ചിരുന്നു. എന്നാൽ കാട്ടാന ശല്യത്തെ നേരിടാൻ യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസുക്. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി AICTE അപ്രൂവൽ. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UG കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ME പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് ME VLSI ഡിസൈൻ. കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ലൈബ്രറി, ലബോറട്ടറികളും വർക്ക്ഷോപ്പും. കേരള ഫുഡ്. യാത്രാ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. ഫോർ അഡ്മിഷൻ കോൺടാക്ട് മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുട്ടക്കുഴി, നിയർ മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഫോൺ 04651276611. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ. തികഞ്ഞ അച്ചടക്കം, പരിചയസമ്പന്നരായ അധ്യാപകർ, 100% സുരക്ഷിതത്വം. സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന. മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ 0475227100. ഡവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൗൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. അല്ല, പെണ്ണെവിടുന്നാ?
ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. പെണ്ണെവിടുന്ന മഹാരാജ. എല്ലാവരും ചോദിക്കുന്നു പെണ്ണെവിടുന്നാന്ന്. എവിടെന്നാന്ന് നീ പറ. ഗുജറാത്ത് ബന്ദേജ് മുതൽ കാഞ്ചീപുരം പട്ട് വരെ ഇന്ത്യയിലെ വെവ്വേറെ സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ സിൽക്സ്. നിങ്ങളുടെ കല്യാണത്തിലെ ഓരോ വിശേഷത്തിനും. പെണ്ണെവിടുന്ന ലക്നോ സിൽക്സ് ഓഫ് ഇന്ത്യ ബ്രൈഡൽ 7 എല്ലാ സ്ഥലങ്ങളിലെയും പട്ട് RMKVയിൽ മാത്രം. മഹിളാ അസോസിയേഷൻ വില്ലേജ് കൺവെൻഷൻ CPM ചെമ്മന്തൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്നു. കൺവെൻഷനിൽ പുതിയ വില്ലേജ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വസന്ത രഞ്ജൻ, ഏരിയ സെക്രട്ടറി ലൈലജ, CPM ഏരിയ കമ്മിറ്റി അംഗം NP ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സ്ത്രീപീഡനങ്ങളും ഇതിനൊക്കെ എതിരെ ശക്തമായ പ്രവർത്തനം നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും ആണ് എന്ന ഉത്തമമായ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ സംഘടന പ്രവർത്തനം നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും അതിനൊക്കെ നമുക്കറിയാം ഏതാണ്ട് 40 ലക്ഷത്തോളം സ്ത്രീകളാണ് കുടുംബത്തിൽ അംഗമായിട്ടുള്ളത് അല്ലേ. പുതിയ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റായി നിഷ റാണിയെയും സെക്രട്ടറിയായി പത്മ വിജയനെയും തെരഞ്ഞെടുത്തു. 19 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. ഇനി ബിസിനസ് വാർത്തകൾ. ആയുഷ് മന്ത്ര ആയുർവേദ ഹെൽത്ത് കെയർ സെന്റർ പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻമന്ത്രി R ബാലകൃഷ്ണപിള്ള സെന്റർ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ വെട്ടിപ്പുഴ NSS മന്ദിരത്തിലാണ് ആയുഷ് മന്ത്ര ആയുർവേദ ഹെൽത്ത് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സെന്ററിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ മുൻമന്ത്രി R ബാലകൃഷ്ണപിള്ള നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ, BJP സംസ്ഥാന സെക്രട്ടറി B രാധാമണി, കരിക്കത്തിൽ പ്രസന്നൻ, ഡോക്ടർ CR ഗീത തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. കൊല്ലം ജില്ലാ ആശുപത്രി ആയുർവേദ വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ CR ഗീതയുടെ നേതൃത്വത്തിലാണ് ആയുഷ് മന്ത്ര പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഇന്ത്യയിലെ വിവിധ പ്രമുഖ കമ്പനികളുടെ ആയുർവേദ മരുന്നുകളും ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ലൈവ് വാർത്ത പുനലൂർ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാര്യയെ ഭർത്താവ് കിടപ്പുമുറിയിൽ കുത്തിക്കൊലപ്പെടുത്തി. സംഭവം കരവാളൂർ വട്ടമണ്ണിൽ. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന. ഭക്തിയുടെ ശക്തിയിൽ ജീവിതത്തെ ശക്തിപ്പെടുത്തണമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്. കുറുമ്പക്കര ഉടയോൻമുറ്റം ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം നാടിന് സമർപ്പിച്ചു. MC റോഡിൽ മിനി ക്രെയിനും കാറും കൂട്ടിയിടിച്ച് സിനിമാ താരം ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. കുളത്തൂപ്പുഴയിൽ ചരക്ക് ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്ക്. കുളത്തൂപ്പുഴയിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാനപ്പേടിയിൽ കുളത്തൂപ്പുഴ നിവാസികൾ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിൽക്കോട്